നിങ്ങളുടെ നാളെയിൽ നാം ചർച്ചാ വിഷയമാക്കുന്നത് നാളെ ശനിയാഴ്ചയാണ്. 1201 മകരമാസം 3-ാം തീയതി, അതായത് 2026 ജനുവരി മാസം 17-ാം തീയതി. നാളെ ശനിയാഴ്ച നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നാളെ ചതുർദശി തിഥിയാണ്. അമാവാസിയുടെ അങ്ങേയറ്റം എത്തി നിൽക്കുന്ന സമയമാണ്. നാളെ കഴിഞ്ഞാൽ പിന്നെ അമാവാസിയായി. നാളത്തെ സൂര്യോദയം കാലത്ത് 6:50, അസ്തമയം വൈകിട്ട് 6:16. നാളത്തെ രാഹുകാലം ശനിയാഴ്ച 9 മുതൽ 10:30 വരെയുള്ള സമയം നിങ്ങൾക്കറിയാം. ആ 1.5 മണിക്കൂർ ദൈർഘ്യകാലം നാം ഒരു ശുഭകാര്യങ്ങളും അനുഷ്ഠിക്കാറില്ല. നാളത്തെ നക്ഷത്രം കാലത്ത് 8 മണി വരെ മൂലം നക്ഷത്രവും 8 മണി കഴിഞ്ഞാൽ പിന്നെ പൂരാടം നക്ഷത്രവുമാണ്. പൂരാടം ഒരു ശുഭകാര്യത്തിന് നാം സ്വീകരിക്കാത്ത നക്ഷത്രമാണ്. ഭരണിപുരം, പൂരാടം ഈ നക്ഷത്രങ്ങളെ അധിപനായ ഗ്രഹം ശുക്രനാണ്. പക്ഷേ ഭരണിയും പൂരവും പൂരാടവും പുരുരുട്ടാതിയും അപ്രകാരം തൃക്കേട്ടയും അപ്രകാരം തന്നെ രുദ്രൻ, തിരുവാതിര, അഹി, ആയില്യം ഈ 7 നക്ഷത്രങ്ങൾ ഒരു ശുഭകാര്യങ്ങൾക്ക് നാം സ്വീകരിക്കാത്ത നക്ഷത്രമാണെന്ന് അറിയുക. യാത്ര പോയാൽ തിരിച്ചു വരില്ല. വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രങ്ങളാണ് മേൽപ്പറഞ്ഞ നക്ഷത്രങ്ങളൊക്കെ തന്നെ. പക്ഷെ അതിൽ തിരുവാതിര വിദ്യാദാനത്തിന്, വിദ്യാർപ്പണത്തിന്, വിദ്യ കൊടുക്കുവാൻ ഏറ്റവും നല്ലതുമാണ്. മറ്റെല്ലാ വിഷയങ്ങൾക്കും മേൽപ്പറഞ്ഞ നക്ഷത്രങ്ങൾ ഒരു ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കാറില്ല എന്ന് അറിയുക. നാളെ നിങ്ങൾക്ക് കാലത്ത് 3 നാഴിക മാത്രമേ മൂലം നക്ഷത്രമുള്ളൂ. അതിനാൽ നാളെ പൂരാട നക്ഷത്രമാകയാൽ നിങ്ങൾക്ക് ദേവീക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഈ സമയത്ത് കറുത്ത വാവോട് ചേരുന്ന സമയത്ത് ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി, കടുംപായസം, അവിടെ ശത്രു സംഹാരം മുട്ട് ഒക്കെ ചെയ്യാം. ശത്രുവിനെ നശിപ്പിക്കാൻ പൂരാട നക്ഷത്രം വളരെ ഗുണമാണ്. അതിനാൽ ശത്രു സംബന്ധമായ ദോഷങ്ങൾക്കൊക്കെ മാറാൻ ശത്രു സംഹാര കുരുതിയോ അല്ലെങ്കിൽ മുട്ടറക്കലോ നടത്തി നാളത്തെ ദിനത്തെ ധന്യമാക്കുക. ഒരു ശുഭമുഹൂർത്തവും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളത്തെ ദിനത്തിൽ തരാൻ സാധ്യമല്ല. ക്ഷമിക്കുക. നന്ദി, നമസ്തേ.